മുംബൈയിൽ മലയാളികളെ ലക്ഷ്യമിട്ട് AI തട്ടിപ്പ് സംഘം വീണ്ടും സജീവമാകുന്നുവെന്ന് ഞങ്ങളുടെ മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ പണം നൽകണമെന്നും ആവശ്യപ്പെട്ട നിരവധി മലയാളികൾക്കാണ് കൃത്രിമമായി വ്യാജമായ ഫോൺ കോളുകൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സംഘത്തിൻ്റെ ഭീഷണിക്ക് വഴങ്ങി 48,000 രൂപ നൽകിയ മലയാളിയുടെ വാർത്ത 2 ആഴ്ച മുമ്പ് 24 സംപ്രേഷണം ചെയ്തിരുന്ന കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക. ഈ കോളാണ് വന്നത്. ഈ നമ്പറിൽ നിന്നാണ് ഈ നമ്പറിൽ നിന്ന് കോൾ ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ ആക്സിഡൻ്റ് ആക്കിയിരിക്കുക, 4 പേരെ ഭയങ്കരമായിട്ട് ഇതായിട്ട് പരിക്കേറ്റിട്ട് ഇതായിരിക്കുക, നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്തിരിക്കുക, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തുനിന്ന് ഉടനെ തന്നെ ചോദിക്കുന്നത് നിങ്ങളാരെ അമ്മയാണോ, നിങ്ങളുടെ മകൻ ആക്സിഡൻ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഇതാകാം. 4 പേരെ മകൻ വാഹനമിടിച്ചെന്നും കേസാവാതിരിക്കാൻ പണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള വാട്സപ്പ് കോൾ. എന്നാൽ നവി മുംബൈയിലെ ഉഷാ നായരെ ലക്ഷ്യമിട്ട തട്ടിപ്പുകാർ ഒരു പ്രധാന കാര്യം മാത്രം അറിയാതെ പോയി. 13 വർഷം മുമ്പ് മകനെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന അമ്മയെയാണ് വിളിച്ചതെന്ന്. നിങ്ങളെപ്പറ്റി പൂർണ്ണമായ ധാരണ ഇല്ലാത്ത ആരോ ആണ്. ഇല്ല, പക്ഷെ പേരൊക്കെ കൃത്യമായി പറഞ്ഞു. പേര് പിന്നെ അവർ പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ്റെ പേര് പറയാനായിട്ട്. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ആക്സിഡൻറ്റ് സ്ഥലത്ത് നിന്ന് എന്നെ വിളിച്ചത്, അപ്പം നിങ്ങൾ പറ, അതിനകത്ത് എന്തെങ്കിലും പേപ്പർ കാണുമല്ലോ, നിങ്ങൾ പറയാം എൻ്റെ മോൻ്റെ പേരെന്താന്ന്. 2-3 ആഴ്ച വെച്ചിട്ട് അത് പറഞ്ഞിട്ടില്ല. നവി മുംബൈയിൽ ആയുർവേദ കട നടത്തുകയാണ് സുധീഷ്. രാവിലെ ഒരു 11 മണിക്ക് ഞാൻ ഷോപ്പ് തുറക്കാൻ വന്നപ്പോൾ അപ്പോൾ മോനെ ഇങ്ങനെ ഡ്രഗ്സ് ഇതായിട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് കോള്. അങ്ങനെ കോൾ വന്നപ്പോൾ എൻ്റെ ശബ്ദം എന്തെങ്കിലും കേൾപ്പിച്ചു? ഇല്ലേ, ശബ്ദമൊന്നും കേൾപ്പിച്ചില്ല. ഇങ്ങനെ അന്തേരി പേഷ്യൻ്റാണെന്ന് തോന്നുമോ? ഈ ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് അങ്ങനെ ഉള്ളതാണ് അന്തരീക്ഷമായിരുന്നു. സൈറനൊക്കെ കേൾക്കായിരുന്നു. കട്ട് ചെയ്തിട്ട് ഞാൻ കോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ നോക്കി നോക്കുമ്പോൾ അപ്പോൾ അവർ കട്ട് ചെയ്തിരിക്കുന്നു. കോൾ റെക്കോർഡ് ചെയ്യാൻ നോക്കി നോക്കുന്നു. വിളിക്കുന്ന നമ്പർ വിദേശിയെങ്കിലും മുംബൈയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളാണ് വാട്സാപ്പിൽ കാണുന്നത്. പോലീസ് സ്റ്റേഷൻ എന്ന് തോന്നിക്കുന്ന ശബ്ദങ്ങളും കോളിൽ കേൾപ്പിച്ചായിരുന്നു തട്ടിപ്പ് രീതി. ഡോംബിവലിയിൽ മകന്റെ ശബ്ദവും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യാജമായി സൃഷ്ടിച്ചാണ് മലയാളിയിൽ നിന്ന് 48,000 രൂപ തട്ടിയത്. തട്ടിപ്പിനെ കുറിച്ചുള്ള അവബോധം വ്യാപകമാക്കുകയാണ് തൽക്കാലമുള്ള പോംവഴി എന്നാണ് പോലീസും പറയുന്നത്. മുംബൈയിൽ നിന്നും ക്യാമറമാൻ വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.